അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹൃദയത്തെക്കുറിച്ചുള്ള ഹൃദയങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് ഏതാനും ക്ലാസ്സുകളിലായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ ഗൗരവത്തോടെ പലതവണ ആവർത്തിച്ച് വ്യത്യസ്തമായ രീതികളിൽ അല്ലാഹു തആല ഈ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഈമാനാവട്ടെ നമ്മുടെ കർമ്മങ്ങളാകട്ടെ എല്ലാം ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട പഠിക്കേണ്ട വിഷയമാണ്. എത്ര നമ്മൾ ഇത് ക്ലാസ്സുകളിലൂടെ ഈ വിഷയം ഓരോന്നോരോന്നായി സാവകാശം നമ്മൾ പഠിച്ചാലും എത്ര ടൈം എടുത്ത് പഠിച്ചാലും ശരി, അതൊന്നും വെറുതെയാവില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഈമാനുണ്ട്, നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഈമാനുണ്ട്. ആ ഈമാനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്. ഈമാൻ കൊണ്ട് മാത്രം കാര്യമില്ല, ആ ഈമാൻ അമലാവണം, നമ്മളെ പ്രവൃത്തിയിലൂടെ വരണം. ഈ വിശ്വാസവും നമ്മുടെ കർമ്മവുമെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുന്നതും അത് പരിഗണിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചാണ്. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നമ്മൾ പറയണത്. നിയ്യത്ത് എവിടെയാണ്? ഹൃദയത്തിലാണ് നിയ്യത്ത്. നിയ്യത്ത് ഹൃദയത്തിലില്ലാതെ നമ്മൾ നവൈതു സൗമഅദിൻ അൻ അദാഇ ഫർള റമളാനി എന്ന് നമ്മൾ റമളാൻ മാസത്തിൽ നിയ്യത്ത് ചെയ്തിട്ട് കാര്യമില്ല. മുസല്ലി സുലാത്തൽ ളുഹ്രി അർബ റകഅത്തിൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിലില്ലാത്ത ഒരു കാര്യവും അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു കബൂൽ ചെയ്യൂല. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് ലാ യഖ്ബലുല്ല, അള്ളാഹു ഒന്നും കബൂൽ ചെയ്യൂല. ബോധ്യത്തോടെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു അമലും ചെയ്യേണ്ടത്. അതല്ലാത്തൊന്നും പഠിത്തം സ്വീകരിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൃദയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ഹൃദയത്തിൽ ഉണ്ടാകൽ നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ മൂന്നാമത്തത് തശാബഹത്ത് കുലൂബാണ്. ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകരുത്, അത് പൂർണ്ണമായും ഒഴിവാക്കണം. ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നിർബന്ധമായും ഉണ്ടാകണം, നിർബന്ധമായി ഹൃദയത്തിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. എന്നാൽ തശാബഹത്ത് കുലൂബ് എന്ന് പറഞ്ഞാൽ ഈ ഹൃദയങ്ങൾ സാദൃശ്യപ്പെടുക എന്നാണ്. തശാബഹ എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെട്ടു എന്നാണ് തശാബഹത്ത് കുലൂബ്, ഹൃദയങ്ങൾ സാദൃശ്യപ്പെടുക, അതാണ് തശാബഹത്ത് കുലൂബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാദൃശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു കാര്യത്തെ പല രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഒരു കാര്യത്തെ പല രൂപത്തിൽ ആൾക്കാർ ഉൾക്കൊള്ളും. ഹൃദയത്തിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വെച്ച് ആൾക്കാർ പ്രവർത്തിക്കും. ഇനി എമ്പാട് ഉദാഹരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ ഖുർആൻ പറയുന്ന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില കാര്യങ്ങളെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത, ഖുർആൻ പറയാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ, ഹൃദയത്തിൽ അത് കൊണ്ടു നടക്കുന്ന ചില ആൾക്കാർ, ആ ഹൃദയത്തിലെ കാര്യങ്ങളോട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം സാദൃശ്യപ്പെടുക. മനസ്സിലായിട്ട് പറഞ്ഞാൽ ഉണ്ടാവാൻ പാടില്ല. ഒന്നും കൂടി ഞാൻ പറഞ്ഞത്, നമുക്ക് ഖുർആനിലേക്ക് വരാം. ഖുർആനിലെ കാര്യമുള്ള വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പോൾ ഖുർആനിൽ ആയത്ത് കാണുമ്പോൾ കുറച്ചും കൂടി അത് നമുക്കത് ബോധ്യപ്പെടും. ഒരു മുൻകഴിഞ്ഞു പോയ സമൂഹം, അത് ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ, അവരുടെ ഒരു ആചാരം, അവരുടെ ഒരു അനുഷ്ഠാനം,
അതിനോട് നമ്മൾ സാദൃശ്യപ്പെടുക. ഉദാഹരണം പറയാം, സാദൃശ്യപ്പെടുക. അതുണ്ടാകാൻ പാടില്ല. എപ്പോഴെന്തായിരിക്കണം? വ്യതിരിക്തമായിരിക്കണം, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അതിനോട് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ അതിൽ പെട്ടു എന്നാണ്. നബി പറയാണ്, മൻ തശബ്ബഹ, ഈ തശബ്ബഹയാണ് തശാബഹ. മൻ തശബ്ബഹ ഖൗമൻ, ഏതെങ്കിലും ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ വഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ ആരിൽപ്പെട്ടവനാണ്? അവനിൽപ്പെട്ടവനാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, പിന്നെ പരിശുദ്ധ ഖുർആനിലെ അൽബക്കറ, സൂറത്ത് അൽബക്കറയിലെ 117 മുതൽ 121 വരെ, 117 മുതൽ 121 വരെ, 121 വരെ. വർഷ, കണ്ടില്ല? ആയത്ത് കണ്ടോ? ഓതിക്കോളൂ ആയത്ത് ഓതിക്കോളൂ. 117 മുതൽ 121 വരെ. ഈ തശാബഹത്ത് കുലൂബ് എന്ന് പറയുന്ന ഈ അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ശരിയായ അറിവ്, ഇൽമ് ലഭിക്കാതെ വരുമ്പോഴാണ്. അത് പിന്നെ
ഇപ്പോൾ ഈ ഓണം, ക്രിസ്തുമസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നമ്മളെ സമൂഹത്തിൽ നടക്കാറുണ്ട്. അപ്പം അതിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ശരിയായ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ പറയാം. ആയത്തിലേക്ക് ശ്രദ്ധിക്കുക, ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. വായിച്ചോളി. ബദീഉസ് സമാവാത്തി, വായിക്കുന്നത് കൈ വെച്ചിരിക്കണം കേട്ടോ. ബദീഉസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ ബദിഅാണ് അല്ലാഹു. എന്താണ് ബദിഅ എന്ന് പറഞ്ഞാൽ? ബദിഅ എന്ന് പറഞ്ഞാൽ ഖാലിഖ് തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഖാലിഖ്, ഫാത്തിർ, ബദിഅ, ഈ മൂന്ന് വാക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഖാലിഖ്, ഫാത്തിർ, ബദിഅ. ഖാലിഖ്, ഖാലിഖുസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടാവ്. ഫാത്തിറസ് സമാവാത്തി വൽ അർള്, ഫാത്തിറസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്. പിന്നെ മറ്റൊന്നാണ് ബദിഅ. എന്താണ് ബദിഅ? ബദിഅ എന്ന് പറഞ്ഞാൽ ഈ ഫാത്തിറും ബദിയവും രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നാണ്. എന്താണ്? മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ, അതാണ് ബദിഅ. അപ്പൊ ഖാലിഖ് ആരാണ്? അള്ളാഹുവാണ്. ആ ഖാലിഖ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സാധനം ഉണ്ടാക്കണമെന്നൊക്കെ എന്ത് പറയാം, നിർമ്മിക്കണമെന്നൊക്കെ ഖാലിഖ്. പക്ഷെ ആ ഖാലിഖ് അല്ല അള്ളാഹ്. അള്ളാഹ് ഫാത്തിറാണ്, ബദിയാണ്. അപ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മുൻ മാതൃക വേണം, അല്ലേ? മുൻ മാതൃക ഇല്ലാത്ത ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് വേണം? ആ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ഒരു സാധനം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ വേണം. അപ്പോൾ ഈ പൂവ് ഇതിവിടെ ഉണ്ടാക്കണമെങ്കിൽ, ഇത് ഉണ്ടാക്കിയ ആൾക്ക് ഇതിന് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്, അല്ലേ? ഇതൊക്കെ ഇവിടെ വേണം, പലതുണ്ട്. ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്പോൾ ഇത് നിർമ്മിച്ചു എന്ന് പറയാൻ പറ്റൂല. നിർമ്മിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിൽ പറയാം, ഇവിടെ ഉള്ള പല സംഗതികളും അത് ഉപയോഗിച്ചിട്ടൊരു സാധനം കണ്ടുപിടിച്ചു എന്ന് പറയാം. ഇവിടെ ഉള്ള സാധനം എന്താക്കി? കണ്ടുപിടിച്ചു ഉപയോഗപ്പെടുത്തി എന്ന് പറയാം. സൃഷ്ടാവാര് മാത്രമാണ്. അതാണ് അള്ളാഹു ബദിഅാണ്, ഫാത്തിറാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ബാക്കി വൈദാ ഖളാ അംറൻ, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫഇന്നമാ, തീർച്ചയായും അപ്പോൾ, യഖൂൽ, അവൻ പറയും, ലഹു, അതിനോട്, കുൻ എന്ന് പറയും. ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അതാണ് കുൻ ഫയക്കൂൻ. അള്ളാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ, ഇപ്പം നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ, നമുക്ക് അത് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കണമെങ്കിൽ കുറേ പണികളുണ്ട്, കുറേ പരിശ്രമങ്ങൾ വേണം, കുറേ അധ്വാനം വേണം, കുറേ ടൈം വേണം, അതിന് വേറെ കുറേ സംഗതികൾ ആവശ്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അള്ളാഹ് തീരുമാനിച്ചാൽ പിന്നെ എന്ത് വേണ്ട? അള്ളാഹ്ക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. കുൻ ഫയക്കൂൻ, ഉണ്ടായിക്കഴിഞ്ഞു, അത്രയേ ഉള്ളൂ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് പിന്നെ ഈ ഞാനിതിലേക്ക് ചേർത്തൊരു ആയത്ത് വേറെ പറഞ്ഞുതരാം. അതായത് വൈദാ ഖളാ അംറൻ അതഅജബീന ബിഅംരില്ലാഹ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്. എവിടെ അറിയങ്ങൾ? പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഒരു സന്താനമുണ്ടാകാൻ പോകുന്നു, നിങ്ങൾക്കൊരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നു എന്ന് മലക്കൾ പറഞ്ഞപ്പം അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എനിക്ക് ഇനി ഒരു കുട്ടി പിറക്കേ? എൻ്റെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയി, എൻ്റെ തലൊക്കെ നരച്ചുപോയി, എല്ലാം ഞാൻ അത്രയും പടുക്കിളവിയായി മാറി. പടുക്കിളവി എന്നാണ് അവിടുത്തെ പ്രയോഗട്ട, പടുക്കിളവിയായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഇനി പ്രസവിക്കുകയോ എന്ന് ചോദിച്ചു. അപ്പം ഇതെപ്പോഴാണ് ചോദിക്കാൻ? മലക്കുകൾ
സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് ചോദിക്കണേ. അപ്പം മലക്കൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതഅജബീന ബിഅംരി, അള്ളാഹിന്റെ അമ്രിൽ നിങ്ങൾ അത്ഭുതപ്പെടുക, അള്ളാഹുവിന്റെ ഒരു അമ്രിൽ നിങ്ങൾ അത്ഭുതപ്പെടുക. എന്താണ് ചോദ്യത്തിന്റെ പിന്നിൽ? ഫൈദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു, അള്ളാഹ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ ഒരു പെണ്ണ് പ്രസവിക്കോ ഇല്ലേ, ആ പെണ്ണിന്റെ പ്രസവിക്കുന്ന പ്രായം എത്ര, ഇത്ര വയസ്സായ പെണ്ണുങ്ങൾ പ്രസവിക്കൂല, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാ? മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ടതാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതൊന്നും എന്തല്ല, ബാധകല്ല. അത് കുൻ ഫയക്കുൻ. അതാണ് ഇവിടെ വൈദാ ഖളാ അംറൻ, അതാണ് അതഅജബീന ബിഅംരില്ലാ എന്ന് ആര് ചോദിച്ചത്? മലക്കൾ ചോദിച്ചത്. കാരണം അള്ളാഹ് ഒരു അമ്ര തീരുമാനിച്ചാൽ അത്രേ ഉള്ളൂ. ഇത് വലിയൊരു ഈമാനാട്ടാ. കാരണം എന്താ അറിയോ, നമ്മൾ ഒരു കാര്യത്തെ പല ആളുകൾക്കും ഈ നിരാശ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് നിരാശ. ഈ നിരാശ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. എന്താ കാരണം? ഒരു മുസ്ലിം ഒരിക്കലും നിരാശപ്പെടാനേ പാടില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താ, നിരാശ എപ്പോഴാണ് ഉണ്ടാകുക? ഇനി അത് നടക്കൂലെന്ന് തോന്നുമ്പോഴാണ്, അല്ലേ? എന്നാൽ നടപ്പിൽ വരുത്താൻ അള്ളാഹ്ക്കൊരു പണിയും ഇല്ല. ഞാനിനി രക്ഷപ്പെടൂല എന്ന് ഒരാൾ പറഞ്ഞാൽ, ഡോക്ടർ പറയണം. അപ്പം ഞാൻ അന്നേരം ഒരു കുറിപ്പ് വായിച്ചു ഒരാളെ. ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരു മകൻ്റെ കുറിപ്പാണ്. മകന് പറയാണ്, അദ്ദേഹത്തിൻ്റെ വാപ്പാനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച്, എന്നിട്ട് ഇവൻ്റെ സുഹൃത്ത് തന്നെയാണ് ഡോക്ടർ, ഈ മകൻ്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇവനോട് അങ്ങനെ പറയും എന്നറിയാതെ കുറേ പറയാതിരുന്ന് പിന്നെ കുറേ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് പിന്നെ അവൻ്റെ ശ്രദ്ധ തിരിച്ച് പിന്നെ താഴോട്ട് നോക്കി. എന്നിട്ട് അവനെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഞാനത് പറയാറില്ല, ഏറി വന്നാൽ 14 ദിവസം അത്രേ കിട്ടുള്ളൂ എന്ന് ഡോക്ടർ, അത് ഏറ്റവും അടുത്ത ഡോക്ടറാണ്. എന്നിട്ട് ഈ വാപ്പ മരിച്ചതിന് ശേഷം ഈ മകൻ കുറിപ്പ് ചെയ്തത്. എടാ മകൻ പറയാ, ഡോക്ടർ ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ വാപ്പ 5-6 കൊല്ലം ജീവിച്ചു. 14 ദിവസം എന്ന് ഒരു ഡോക്ടർ പറയണമെങ്കിൽ, അതും ഈ ഇവൻ്റെ ഏറ്റവും അടുത്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഈ വാപ്പാൻ്റെ മകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്? ഈ ഡോക്ടർ. അപ്പോൾ ഒരിക്കലും വേറെ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ ഈ വാപ്പ മരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. എന്നിട്ട് ഇത്രയും കൊല്ലം ജീവിച്ചു. അപ്പോൾ അവിടെ ഡോക്ടർക്ക് തെറ്റിന്ന് പറയണ്ട, ഡോക്ടർക്ക് തെറ്റി. കാരണം എന്താ? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിച്ച, അയാൾ അറിഞ്ഞ ഒരു മനുഷ്യൻ ബാഹ്യമായ ആന്തരികമായ ഇയാളുടെ അവയവങ്ങൾക്ക് എത്ര ശക്തിയുണ്ട്, അതിനനുസരിച്ച് ഇനി ഇയാൾ ഇത്ര കാലം ജീവിക്കുമെന്ന് മനുഷ്യൻ്റെ ഈ പടച്ചോൻ പടച്ച ഈ ബോഡിയെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ അതിനനുസരിച്ച് പറഞ്ഞതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതിലൊക്കെ അപ്പുറമാണ്. അപ്പം നമുക്കൊരിക്കലും എന്ത് വേണ്ട, നിരാശ ഒരു കാര്യത്തിലും. ഇനിയിപ്പോൾ ഞാൻ വീണു, ഈ വീണിടത്ത് എഴുന്നേൽക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല, ഞാൻ അത്രയും പരാജയത്തിലേക്ക് പതിച്ചു, എൻ്റെ കച്ചവടങ്ങളൊക്കെ പൊളിഞ്ഞു, കോടികൾ എനിക്ക് നഷ്ടമായി, ഇനി ഇതിന്ന് ഞാനൊന്ന് കരകയറൂല എന്ന് ഒരിക്കലും ഒരാളും കരുതരുത്. ഒരു മുഅ്മിനിന് ആ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല, ആ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് അള്ളാഹുവിൻ്റെ അമ്രിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഇതാവരുത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, നിരാശ ഉണ്ടാവാൻ പാടില്ല എന്ന്, നിരാശപ്പെടാൻ പാടില്ല ഒരു മുഅ്മിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കാരണം എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങളിലെല്ലാം അള്ളാഹു ഒരു ഖൈർ വെച്ചിട്ടുണ്ടാവും. ഏത് പ്രയാസത്തിൽ എന്തുണ്ടാകും? ഒരു ഖൈറുണ്ടാകും. ആ ഖൈറിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ത് വരിക? നിരാശ വരിക. എന്തെങ്കിലും ഒരു ഖൈർ, ഒരാൾ ഒരു ജോലിക്ക് അപേക്ഷിച്ചു, ഭയങ്കര പ്രതീക്ഷിച്ച് ആ ജോലി കിട്ടണം, ആ ജോലി കിട്ടാൻ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ട് അയാൾ ഇൻ്റർവ്യൂവിൽ പോയി, വളരെ ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പക്ഷെ അയാൾക്ക് എന്തായി? നിരാശ ഫലം വന്നു. അങ്ങനെ അയാൾക്കത് കിട്ടിയില്ല. അപ്പം അയാൾ നിരാശപ്പെടും. പക്ഷെ അള്ളാഹു തആല എന്ന അയാളുടെ പരലോക രക്ഷപ്പെടുത്താനാവും ചിലപ്പോൾ എന്താക്കിയിട്ടുണ്ടാകുക? ആ ശമ്പളം, ആ വരുമാനം ഓക്കെ ആയിരിക്കും, പക്ഷെ അതിൽ വരുന്നത് അധികം ഹറാമൈക്കാരം. അവനെ വാപ്പാക്കും ഉമ്മാക്കും, വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും മരുന്നും ഭക്ഷണം വാങ്ങിക്കൊടുക്കണേ ഹറാമായ പൈസ കൊണ്ടായിരിക്കാരം, ഈ വരുമാനം കൊണ്ടായിരിക്കും.
അതിന് രക്ഷപ്പെടുത്താനായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ മക്കൾക്കും ഭാര്യക്കും ഇവന് ചെലവിന് കൊടുക്കുന്നത് ആ കുടുംബത്തെ പോലെ ഈ ഹറാമായ ജോലി കൊണ്ടായിരിക്കും. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്ത് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു ചെറിയ ശമ്പളമാണെങ്കിലും അള്ളാഹുത്തല എന്താക്കി കൊടുത്തു. അപ്പം പിന്നെ എൻ്റെ സ്കൂളിലൊരു ടീച്ചറെ ഭർത്താവ് മരണപ്പെട്ടത് ഈ ചെന്നൈയിലേക്ക് വരുന്നൊരു മെയില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കടലിൻ്റെ പുഴയിൽ അത് അപകടത്തിൽപ്പെട്ടു. കടലിൻ്റെ പുഴയിൽ അങ്ങനെ കടലിൻ്റെ പുഴയിൽ അപകടത്തിൽപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു. ആ മരിച്ച കൂട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ ടീച്ചറെ ഭർത്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കോഴിക്കോട് ഓഫീസിലെ ഒരാൾ അയാൾ ഇവർ ഒരുമിച്ച വരിക. അപ്പം ഇവർക്ക് രണ്ടാൾ ഒരുപാട് പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളുണ്ട്. ഇയാൾക്ക് ഈ ട്രെയിൻ കിട്ടി മെയിൽ അത് പോയാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇയാൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്കുള്ള ട്രെയിൻ വരുന്നത്. വേറെ പല ട്രെയിനും ഇങ്ങനെ അവിടെ നിർത്താതെ പോണതാണ്. അപ്പം മണിക്കൂറുകൾ കഴിയും അയാൾ ഇറങ്ങുന്നത്. പിന്നെ ബസ്സൊക്കെ കിട്ടി വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് പലതും ഇയാൾക്ക് ഓഫീസിൽ ഇറങ്ങി വേഗം എന്ത് ചെയ്ത് ട്രെയിൻ കിട്ടി. ഇപ്പോൾ എനിക്ക് ട്രെയിൻ കിട്ടിയെന്ന് പറഞ്ഞു. മറ്റേ ആൾ എത്തിയപ്പോഴത്തേനും ട്രെയിനും പോയി. അയാൾക്ക് ഭയങ്കര നിരാശനായ അയാളെ സംസാരിച്ചു കൂടെ അയാൾ വിചാരിച്ച കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല, ഒന്നും നടക്കൂല. കാരണം ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്ലാൻ അവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാണ്ട് ഒന്നും നടക്കാതെ പോയി. പക്ഷേ സത്യത്തിൽ അള്ളാഹു തആല എന്താക്കി, അയാൾക്ക് ഒരു രക്ഷയാണ് എന്താക്കിയത് കൊടുത്തത്. അപ്പോൾ തൽക്കാലം അയാൾക്ക് ഒരു വണ്ടി പോയല്ലോ, വണ്ടി കിട്ടിയില്ലല്ലോ എന്നൊരു നിരാശ അയാളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് ആ നിരാശയിൽ അള്ളാഹു തആല ഒരു ഹൈറ് അയാൾക്ക് വെച്ചിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസിയായ മനുഷ്യൻ നിരാശ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. ഏത് കാര്യത്തിലാണെങ്കിലും അതിലൊരു ഹൈറ് നമ്മൾ പ്രതീക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ആരെ കയ്യിലാണ്? റബ്ബിൻ്റെ കയ്യിലാണ്. ആ റബ്ബ് വിചാരിച്ചാൽ ഒരു കാര്യത്തിനും പ്രയാസമില്ല. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും രക്ഷപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അള്ളാഹ്ക്ക് സാധിക്കും. ഇത് രണ്ടും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്താണ് പ്രതീക്ഷ നൽകുന്ന കാര്യം? ഈ പ്രതീക്ഷ നൽകുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എവിടേക്ക് എത്തിക്കൂല? നിരാശയിലേക്ക് എത്തിക്കൂല. അപ്പം ശരി, അതാണ് ഫഇന്നമാ യഖുലു കുൻ ഫയകുൻ. ഇനി കേട്ടോളി, ഞാൻ ആദ്യം പറഞ്ഞു ഇത് പിന്നെ ഈ തശാബാത്ത് കുലൂബൊക്കെ ഉണ്ടാകുന്നത് ശരിയായ ഇൽമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കിട്ടില്ലേ? ഇനി ബാക്കി വായിക്കും. വഖാല അല്ലദീന ലാ യഅലമൂന, വഖാല പറയും അല്ലദീന ഒരു കൂട്ടർ, ലാ യഅലമൂന അവർക്ക് എന്തില്ല? ഇൽമില്ല. ഇൽമില്ലാത്ത ആൾക്കാർ പറയും, എന്താ പറയാ? ലൗല എന്താണ് അള്ളാഹ് നമ്മളോട് വർത്താനം പറയാത്തത്? എന്താണ് അള്ളാഹു എന്താണ് നമ്മളോട് നേരിട്ട് സംസാരിക്കാത്തത്? എന്താണ്? ഔ തഅ്തീന ആയ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ അള്ളാഹിനെ ഇങ്ങനെ ശരിക്കും നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, മറ്റെന്തെങ്കിലും ഒരു തെളിവ് എന്തുകൊണ്ട് നമുക്കത് അങ്ങനെയുള്ള സംഗതികളൊന്നും കൊണ്ടുവരുന്നില്ല? എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇത് ആരെ വർത്താനാണ്? ആരെ വർത്താനാ? ഇൽമില്ലാത്തവരെ വർത്താനാണ്. കദാലിക അപ്രകാരം കാലല്ലദീന മിൻ ഖബലിഹിം മിസ്ല ഖൗലിഹിം, ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് ആര് പറഞ്ഞത്? ഇതിന് മുമ്പുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ തശാബഹത്ത് അവരുടെ ഹൃദയങ്ങൾ ഇപ്പോൾ സാദൃശ്യമായി. ഇവർ പോലും പറഞ്ഞത് ഒരേ കാര്യമായി. കത് ബയ്യന്നലായാത്ത്, അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ലിഖൗമി യുഖിനൂന, ദൃഢമായി വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ വിശ്വാസമല്ല, മറിച്ച് ദൃഢമായ വിശ്വാസമാണ് ആവശ്യം. ഇപ്പൊ നിങ്ങൾ എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ ആവട്ടെ, അല്ലെങ്കിൽ ഹുദവിയായി പുറത്തിറങ്ങിയ വേറെ ചങ്ങായിണ്ട് ചെറുപ്പക്കാരന്, അവനാകട്ടെ, ഇവരൊക്കെയും ഇപ്പം ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെയും ഖുർആാനിനെയും താറടിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകൾ. ഇവർ പറയുന്ന രണ്ട് കാര്യമാണ് എന്ത്? ഈ പറഞ്ഞ രണ്ട് കാര്യം. എന്തുകൊണ്ടാണ് അള്ളാഹ് നമ്മളോട് സംസാരിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം അള്ളാഹ്ക്കണ്ട് കാണിച്ചെന്നൂടെ? ഇവിടുന്ന് വരുന്ന സൂര്യനെ ഇവിടുന്ന് കൊണ്ടുവരാത്തത് എന്താണ്? ഇമ്മാതിരി വർത്തമാനങ്ങളൊക്കെ അറിവില്ലാത്തതിൻ്റെ അടിസ്ഥാനം, അള്ളാഹിനെ പറ്റി അവരെന്താക്കിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ആ ഇൽമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. ഇതേ വാക്കും ഇതേ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഹൃദയവും അവരെ ഹൃദയവും എന്തായി? തശാബഹത്തായി. ഇനി അതൊരു വിഭാഗം. അതാരാണ്? നിഷേധികളാണ്. അള്ളാഹിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹിനെ പാടെ നിരാകരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അതിന് പുറമെ വേറൊരു വിഭാഗമുണ്ട്. ഈ തശാബഹത്ത് കുലൂബ് ആരൊക്കെറ്റ്?
ഒന്ന് നിരീശ്വരവാദികൾ, അള്ളന്നില്ല, റസൂലും ഇല്ല, ദീനും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുന്ന സ്വതന്ത്രരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മനസ്സുപോലെയുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ ആ മനസ്സ് അതിനൊക്കെ സാദൃശ്യമായി, അങ്ങനെയുള്ള ഒരു സാദൃശ്യമായ ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കൂല, ഒന്നും സ്വീകരിക്കൂല, അത് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മളെ ഹൃദയം എന്തിരിക്കണം? നമ്മളെ ഈമാനും വിശ്വാസം കർമ്മങ്ങളൊക്കെ വേറെ തന്നെ ആവണം. ഇനി വേറൊരു വിഭാഗമാണ് ആരെയും നോക്കി അടുത്ത ആയത്ത്. ഇപ്പൊ നബിയോട് പറയാണ് അതിനിടയ്ക്ക് ഇന്ന അർസൽനാക്ക, തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചത് ബിൽ ഹക്ക്, സത്യവുമായിട്ടാണ്. റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, അത് അസത്യങ്ങളൊന്നും ഉണ്ടാകൂല. ബഷീറൻ വനദീറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും നരകം കൊണ്ട് മുന്നറിയിപ്പ്. ഇതോടുകൂടി ജീവിതം അവസാനിക്കൂല. ഇതല്ല ജീവിതം, ജീവിതം തുടങ്ങാൻ പോണതാണ്. ഇനിയുള്ളതാണ് ജീവിതം. അവിടെയാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, നരകത്തെ കൊണ്ട് താക്കി നൽകുക, അതാണ് റസൂലെ താങ്കളുടെ ദൗത്യം. അതിന് കുറെ സത്യങ്ങളുമായി നിയോഗിച്ചു. വലാ തുസ്അൽ, ചോദ്യം ചെയ്യപ്പെടൂല. അൻ അസ്ഹാബിൽ ജഹീം, നരകക്കാരെ കുറിച്ച് നബിയെ താങ്കളോട് ചോദ്യമൊന്നുമില്ല. കാരണം എന്താ? ആരാ ചോദ്യം ചെയ്യപ്പെടാത്തത്? എത്തിച്ചു കൊടുക്കാത്തവരൊക്കെ ചോദിക്കും. എത്തിച്ചു കൊടുത്തവരോടെന്തില്ല? ചോദ്യമില്ല. ഇപ്പൊ നമ്മളെ അയൽവാസി, നമ്മളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അയാൾക്ക് സ്വർഗവും നരകവും പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലല്ലേ? സ്വർഗവും നരകവും പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. ആർക്ക്? അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. മുസ്ലിം തന്നെ ആവണമെന്നില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. വേദഗ്രന്ഥങ്ങൾ അതാണ്, സ്വർഗം നരകമാണ്. ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ തീർന്നാൽ പോരാ. ഇതോടുകൂടിയല്ല അർത്ഥം. ലഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ, സുഹൃതം ദുഷ്കൃതം ചെയ്ത ഗച്ഛന്തം അനുഗച്ഛതി. ഇത് ഹൈന്ദവ വേദഗ്രന്ഥമാണ്. വമയഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ വമയഅമൽ മിസ്കാല ദറത്തിൻ, അത് ഖുർആനാണ്. സ്വർഗമുണ്ട് നരകമുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. അർത്ഥം എന്ന് പറഞ്ഞാൽ പണമാണ്. പണം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും. ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ശ്മശാനം വരെയുള്ളൂ. അതിന് ശേഷമുള്ളത് സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തം, അതാണ് എന്ത് ചെയ്യുക, തുടർന്ന് വരിക എന്നുള്ളതാണ്. ഇത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ടും ഒരാൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നെന്താ? പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മളും കൂടി ബാധ്യസ്ഥരാണ്, നമ്മളും കൂടി മറുപടി പറയേണ്ടി വരും. അപ്പൊ നമ്മളും ആരാവണം? ബഷീറുമാകണം, നദീറുമാകണം. ശരി, എന്നിട്ട് പറയുന്ന ഒരു തത്വം കേട്ടോളി, വളരെ പ്രധാനപ്പെട്ട തത്വമാണ്. വലൻ തർല അൻക, താങ്കളെപ്പറ്റി ഒരിക്കലും തൃപ്തിപ്പെടൂല അൽ യഹൂദ് വലൻ നസാറ, ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളെ കുറിച്ച് തൃപ്തിപ്പെടൂല. ഏതുവരെ? ഹത്താ തത്തബ്യ മില്ലത്തും, ഓല മില്ലത്ത് നിങ്ങൾ പിൻപറ്റുന്നത് വരെ. വല്ലാത്തൊരായത്താട്ടത്. മില്ലത്ത് അബീക്കും ഇബ്രാഹിമാണ് നമ്മളത്. മനസ്സിലാണ്ട് പറഞ്ഞത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഇബ്രാഹിം ഞങ്ങളാളാണ്. പക്ഷെ ഇബ്രാഹിമിന്റെ മാർഗ്ഗം സ്വീകരിച്ചില്ല. നബിനോട് അള്ളാഹ് പറയാണ്, നബിയെ, ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങൾ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ നിങ്ങളെപ്പറ്റി അവർ ഒരിക്കലും നല്ല അഭിപ്രായം പറയില്ല. ഇത് അള്ളാഹ് പറയാണ്. ബാക്കി പറയുക, ഇന്നൽ ഹുദ ഹുദല്ലാ, ശരിക്ക് ഹുദ അള്ളാന്റെ ഹുദയാണ്, മാർഗദർശനം, സന്മാർഗം അത് അള്ളാന്റെതാണ്. വലയിനത്തബഅത അഹ്വാഅഹും, താങ്കൾ അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ ബഅദല്ലദി ജാഅക മിനൽ ഇൽമി, ഈ ഇൽമി അറിവൊക്കെ കിട്ടിയതിനു ശേഷവും ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗം താങ്കൾ പിൻപറ്റിയാൽ മാലക്ക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, പിന്നെ അള്ളാഹുവിൽ നിങ്ങൾക്ക് ഒരു സഹായം ഉണ്ടാവില്ല, ഒരു രക്ഷാധികാരി ഉണ്ടാവില്ല. മനസ്സിലായ? ഇനി ഈ ഹദീസ് വായിക്കുക. മൻ തശബ്ബഹ ഖൗമൻ, ഒരു ജനതയെ ആരെങ്കിലും സാദൃശ്യമായാൽ, ആ ജനതയുടെ പ്രവർത്തനത്തിനോട് സാദൃശ്യമായാൽ ഫഹുവ മിൻഹും, അവനെ ആ വിഭാഗത്തിലാണ് എണ്ണ. ഒരു ജൂതന്റെ പണി ഒരു മുസ്ലിം ചെയ്താൽ അവൻ ആരായിട്ടാണ് എണ്ണ? ജൂതനായിട്ടാണ്. ഒരു ക്രിസ്ത്യാനിയുടെ പണി ഒരു മുസ്ലിം ചെയ്താൽ അവൻ ആരായിട്ടെണ്ണും? അപ്പം പുൽക്കൂട് ഉണ്ടാക്കല്, യേശുക്രിസ്തു ജനിച്ച ദിവസം പുൽക്കൂട് ഉണ്ടാക്കൽ ആരുടെ പണിയാണ്? ക്രിസ്ത്യാനികളെ. ഒരു മുസ്ലിം അത് അവന്റെ പെരിയിലോ സ്ഥാപനത്തിൽ ഉണ്ടാക്കി വെച്ചാൽ അവൻ ആരായിട്ട് എണ്ണുക? ക്രിസ്ത്യാനി ആയിട്ട് എണ്ണുള്ളൂ, മുസ്ലിം ആയിട്ട് എണ്ണൂല. മനസ്സിലാണ്ട പറഞ്ഞത്? ഒരു സ്റ്റാർ തൂക്കിയ ഒരു മുസ്ലിം, സ്റ്റാർ തൂക്കൽ ആരുടെ ആചാരമാണ്?
അവരുടെ ആചാരമാണ്. ഒരു മുസ്ലിം അവൻ്റെ വീട്ടിലോ അവൻ്റെ സ്ഥാപനത്തിലോ സ്റ്റാർ തൂക്കിയാൽ അവൻ ആരായിട്ട് എണ്ണ? ഈ കൂട്ടത്തിലാണ്, മുസ്ലിമിൻ്റെ കൂട്ടത്തിലല്ല പെടുത്തുക. വഹുവ മിൻഹും. മനസ്സിലാണ്ട പറഞ്ഞത്? മുസ്ലിമീങ്ങൾ കേട്ടോളി, മുസ്ലിമീങ്ങൾ ജൂതായുസത്തിലേക്കും ക്രിസ്ത്യാനിസത്തിലേക്കും പോകാന്നല്ലാതെ അവരാരും ഇങ്ങോട്ട് വരും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ജൂതന് മുസ്ലിം ആവില്ല പറഞ്ഞത്, അതല്ല പറഞ്ഞത്. ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാകും, മൊത്തത്തിൽ ഒരു ആശയാണല്ല പറഞ്ഞത്. ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും എങ്ങോട്ട് പോകാനാണ് സാധ്യത? മറ്റ് മതസ്ഥന്റെ ആരാധന അതിലേക്ക് പോകാനാണ് സാധ്യത. അപ്പൊ ഇപ്പോൾ ഓണം വരികയാണ്. ഓണം വരുമ്പോൾ ഈ ഓണം എന്നത് ഒരു മതത്തിന്റെ ആചാരമാണോ നമ്മൾ പഠിക്കാദ്യം. അതിന് മുമ്പൊരു കാര്യം കൂടി പറയാം. ഇൽമില്ലാത്തോണ്ടാണ് ഈ തശാബാത്ത് ഉണ്ടാകുന്നത് പറഞ്ഞല്ലോ. വക്കാലല്ലതിന് ലായാലമുന, ഇൽമില്ലാത്തോണ്ടാണ് എന്തുണ്ടായത്? തശാബാത്ത് കുലുബ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇത് ഒരു വർഗീയതയാണ്, അല്ലെങ്കിൽ ഒരു ഭീകരവാദമാണ്, തീവ്രവാദമാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. മുസ്ലിമിനോട് ഇസ്ലാം മതം പറയുന്നത്, ഖുർആൻ പറയുന്നത് എന്താ അറിയോ? എൻ്റെ തൊട്ടടുത്ത അയൽവാസി അവന് മുസ്ലിമാണോ അമുസ്ലിമാണോ നോക്കരുത്. പട്ടിണി കിടക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം അല്ല. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? എൻ്റെ അയൽവാസി അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരാവട്ടെ, അവൻ ആ വീട്ടിൽ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ കണ്ടറിഞ്ഞ് അവനെ സഹായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഇസ്ലാം കുടിഞ്ഞു. ഞാൻ മുസ്ലിം അല്ലേ ഇസ്ലാമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ട? ഞാൻ ആദ്യം ഓടിച്ചെല്ലേണ്ടത് എൻ്റെ അമുസ്ലിമായ സഹോദരൻ എടുക്കലേക്കാണ്. എൻ്റെ ആവശ്യം നിർവഹിക്കേണ്ടത്. അവന് ഞാൻ ബ്ലഡ് ആവശ്യം വന്നാൽ എൻ്റെ ബ്ലഡ് കൊടുക്കണം, രക്തം കൊടുക്കണം. എന്തൊക്കെ സഹായിക്കാൻ പറ്റുക സഹായങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യണം? അവന് ചെയ്തു കൊടുക്കണം. അതാണ് മനുഷ്യ സൗഹാർദ്ദം. മനുഷ്യ സൗഹാർദ്ദമാണ് ആവശ്യം. അതല്ലാതെ മതങ്ങൾ തമ്മിലുള്ള ആശയ സൗഹാർദ്ദമല്ല ആവശ്യം. അവിടെയാണ് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. അവരുടെ മതങ്ങൾ, ആ ആചാരങ്ങൾ അവൻ അനുഷ്ഠിക്കട്ടെ, അവർ ചെയ്യട്ടെ. അവർ ഒരു മതാചാരത്തോട് ആദരവ് എല്ലാവർക്കും ഉണ്ടാവൂലേ? അല്ലേ? ഒരു മുസ്ലിം കാണിക്കുന്ന ആദരവ് പോലെ മുസ്ലിമിൻ്റെ ഒരു ആഘോഷത്തോട് ഒരു അമുസ്ലിമിന് ആദരവ് കാണിക്കാൻ കഴിയുമോ? ഇല്ല. ഉറപ്പല്ലേ? അപ്പൊ അവരത് ആചരിക്കട്ടെ, ആഘോഷിക്കട്ടെ, അവരെ വിടുക. നമ്മൾ എന്ത് ചെയ്യണ്ട? അത് പോയിട്ട് ആഘോഷിക്കാൻ പോകരുത്. അവിടെയാണ് വ്യതിരിക്തത ഉണ്ടാകണം. തശാബത്ത് കുഴുമ്പ് പാടില്ല. പറഞ്ഞാൽ മനസ്സിലാകണ്ട? അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം പിന്നെ പൂക്കളിടുക, അത്തം പിറന്നാൽ 10 ദിവസം എന്ത് ചെയ്യും? ഈ പൂക്കളിടുന്നത് പിന്നെ എന്താണ് ആ വിളക്കിന് പറയാ? നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ ചുറ്റും പൂക്കളിട്ട് അതിനെ തൊഴുത് അതിനെ ആരാധിക്കുകയാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആരാധനയാണ് അത്. ഒരു ഇബാദത്താണ്, ആരാധനയാണ്. അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണോ? അല്ല. ലാ അബ്ദു മാ തഅബുദുൻ വലാ അൻതും ആബിദുന മാ അബ്ദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദുന മാ അബ്ദു. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ ആരാധിക്കുന്നു, നിങ്ങളും ആരാധിക്കുന്നവനല്ല. എന്നിട്ടാണ് ലക്കും ദീനുക്കും വലിയ ദീന് പറഞ്ഞത്. അപ്പൊ ആരാധനയിൽ എന്ത് പാടില്ല? തശാബത്തിൻ്റെ നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവം നടക്കുകയാണ്, ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. ആ അമ്പലത്തിലെ ഉത്സവം എന്താണ്? ഒരു ആരാധനയാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, എകൈറ്റ് സംസാരിക്കാൻ പാടില്ല. അവിടെയുള്ള ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അതിന് എല്ലാ റെസ്പെക്റ്റും കൊടുക്കണം. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? തൊഴിലുകളിലൂടെ നിൽക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. ഇതിലെന്താ വർഗീയത ഉള്ളത്? ഇതിലെന്താ ഭീകരവാദം തീവ്രവാദം ഉള്ളത്? പറഞ്ഞ മനസ്സിലാവണ്ട? അപ്പം ആരാധന അള്ളാഹുവിന് മാത്രം. അതാണ് ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുസ്ലിം ആകുമ്പോൾ എന്താ പറയാ? അഷ്ഹദു, എൻ്റെ ജീവിതം സാക്ഷിയാണ്. എന്തിനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജീവിതം സാക്ഷിയാണെന്നാണ്. ജീവിതം. അപ്പൊ അള്ളാഹു അല്ലാതെ ആരാധന, ഈ ആരാധന വേറൊരാൾക്ക് ആരാധന കൊടുക്കുന്ന ഒരു സമൂഹത്തോട് നമ്മൾ പോയി ചെയ്താൽ അതെന്തായി? സാദൃശ്യമായി. അത് തശാബഹത്ത് കുലൂബായി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എവിടുന്ന പഠിക്കേണ്ടി? ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്? എങ്ങനെ പൂച്ചനിട്ടാലും 4 കാലും വഴി വീഴുന്ന പറഞ്ഞ മാതിരി എങ്ങനെ ഇത് പറഞ്ഞാൽ അവസാനത്ത് കൊടുക്ക വരിക അറിയാം? ഖുർആൻ പഠിക്കാന്നുള്ളതിലേക്കാണ് വരിക. ഖുർആന്റെ പഠനം. അടുത്ത ആയത്ത് നോക്കി.
അവസാനിപ്പിക്കുക. അടുത്ത ആയത്ത് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, എന്നാൽ കിതാബ് നൽകപ്പെട്ടവർ കണ്ടാ യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി, എന്നിട്ടത് വായിക്കേണ്ട വിധം വായിക്കാം. വെറുതെ അങ്ങനെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി വെച്ച് പോല. യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി, അത് ശരിക്കും പഠിക്കണം. എങ്ങനെയാണോ തിലാവത്ത് ഉണ്ടാവേണ്ടത് അങ്ങനെ തിലാവത്ത് നടത്തുക, പാരായണം. എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കണം, ആശയം മനസ്സിലാക്കണം. അല്ലാതെ ഗ്രന്ഥം കിട്ടിയ ആൾക്കാരായാൽ പോരാ. അപ്പൊ ആർക്കാണോ ഗ്രന്ഥം കിട്ടിയത്, ആരാണോ അത് വായിക്കേണ്ട വിധം വായിക്കുന്നത്, ഉലായിക യുഅ്മിനൂന ബിഹി, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്കാണതിൽ ഈമാൻ ഉണ്ടാവുക, അവരാണതിൽ വിശ്വസിക്കുന്നവർ. വമൻ യക്ഫുർ, നിഷേധിക്കുന്നത് ആരാണോ, ഫഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടം സംഭവിച്ചവർ, നഷ്ടകാരികൾ അവരാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അല്ലാഹു തആല അപ്പൊ തുടങ്ങിയത് എവിടുന്നാണ്? ഇത് തദബ്ബുർ ചെയ്യണട്ടാ. ലാ യഅലമൂന വഖാലല്ലദീന ലാ യഅലമൂന പറഞ്ഞിട്ട് ഇൽമില്ലാത്ത ആൾക്ക്, എന്നിട്ട് അവസാനിപ്പിക്കണം അവിടെ ഖുർആനിന്റെ ഇൽമ് കിട്ടണം, ഖുർആന്റെ ഇൽമ് ഉണ്ടാവണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താകും? പേരിന് നമ്മൾ മുസ്ലിമാണ്, പക്ഷെ നമ്മളെ ഹൃദയം കുഫറിലാണ്. ഹൃദയം മുസ്ലിമിൻ്റെതല്ല. കാരണം നമ്മളെ ഹൃദയത്തിൽ ഒരേ കാര്യം, മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ ഒരേ. ഈ ഹൃദയങ്ങൾ തമ്മിലാണ് സാദൃശ്യമായത്. അത് ഉണ്ടാവരുത്, അത് വ്യതിരിക്തമാകണം, വ്യത്യസ്തമാകണം. എന്നിട്ട് ഏതൊരു ഈമാനും തക്വയുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. ആ തക്വയും ഈമാനും നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ അമല് ആര് സ്വീകരിക്കുള്ളൂ? അള്ളാഹ് സ്വീകരിക്കുള്ളൂ. നമ്മളെ ഈമാൻ അള്ളാഹു കബൂൽ ചെയ്യുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയി തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സിലെ ഒരു പഠിതാവാണ് ജുറൈജിൻ്റെ ഭാര്യയും സ്ഥിരമായി നമ്മുടെ ഈ ക്ലാസ്സിനും വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാനും തഖ്വയും നിർത്തി തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഈ താല്പര്യം മരണം വരെ അള്ളാഹു നിർത്തി തരുമാറാവട്ടെ. ഇതിൽ നിന്നുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലിനെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ തൊഴിലിലും നമ്മുടെ പഠനത്തിനും എല്ലാം അള്ളാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരാജയങ്ങളിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.